നെക്സ്റ്റ് ഡേ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടായിരുന്നത് സുനിൽ വാക്സ് മ്യൂസിയത്തിലായിരുന്നു. പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്ന് നമ്മൾ നടന്നു വരുവാണ്. ഈ ഒരു കാണുന്ന റൂട്ടിൽ വരുമ്പോഴത്തേക്ക് തെക്കേ നടയുടെ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിനോട് ചേർന്നാണ് ചിത്രാലയം, കുതിരമാളികയൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്പോട്ടും ഇതിന് അടുത്തടുത്തായിട്ട് തന്നെ കവർ ചെയ്യാവുന്നതാണ്. ഇത് തൊട്ടടുത്തായിട്ട് തന്നെ രാവിലെ തന്നെ ഫുഡ് കിട്ടുന്ന കടകളും ഉണ്ട്. ഞാൻ അത്യാവശ്യം രാവിലെയാണ് വന്നത്. രാവിലെ 9 മണി തൊട്ടിട്ട് രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. നിലവിൽ താഴെ മാത്രമേ വാക്സ് മ്യൂസിയം ഉള്ളൂ. ഇനിയിപ്പോൾ മുകളിലോട്ടും കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹമാണ് സുനിൽ കണ്ടല്ലൂർ. ഇദ്ദേഹമാണ് ഈ ഒരു വാക്സ് മ്യൂസിയത്തിന്റെ ശില്പി. ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത് 100 rupees ആണ്. അതുപോലെ തന്നെ ടെമ്പിളിന്റെ ഓപ്പണിംഗ് ടൈം ഒക്കെ എഴുതി വെച്ചേക്കുന്ന കാണാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. അതുപോലെ സ്റ്റുഡൻസിനും ഗ്രൂപ്പായിട്ട് വരുന്നവർക്കും ഒക്കെ വേറെ ഇളവുകളുണ്ട്. നിലവിൽ 40 വാക്സ് പ്രതിമകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു വാക്സ് മ്യൂസിയം ആണ് ട്രിവാൻഡ്രത്തുള്ള ഈ മ്യൂസിയം. ഫോട്ടോഗ്രാഫി ഒക്കെ ഫ്രീ ആണ്, പക്ഷെ ടച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് തന്നെ കാണുന്നത് ഗാന്ധിജിയുടെ ഈ ഒരു സ്കൾപ്ചർ ആണ്. രണ്ടാമതായിട്ട് വെച്ചിരിക്കുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങളൊക്കെ പിന്തുടർന്ന് നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച കിസാൻ ബാബുറാവു ഹസാരെ അഥവാ അണ്ണാ ഹസാരെയാണ്. ഗാന്ധിയൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും എല്ലാം അതുപോലെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അയൺമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു ആയിട്ടുള്ള സ്റ്റാച്ചു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരിലാണ് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു ഗാന്ധി ഫോളോവർ ആയിരുന്നു. ആ ഡ്രസ്സിങ്ങിലും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഒറിജിനൽ ആൾ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നിക്കും. നെക്സ്റ്റ് നെഹ്റുവാണ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിലും ഒരു റെഡ് റോസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റാച്ചു ഒക്കെ കാണുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഒരാൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിക്കുന്നത്. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. പിരുകവും തലമുടിയൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് ഈ വാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റ്, അതുപോലെ പിരുകത്തിന്റെ കളറ്, തലമുടിയുടെ കളറ് എല്ലാം എങ്ങനെയായിരുന്നോ അതേ കളേഴ്സിലായിരിക്കും മൊത്തത്തിൽ കൊണ്ടുവരുന്നത്. 100% ശരിയാണ് കേട്ടോ. ഞാൻ അവിടെ വെച്ച് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് 2019 നമ്മുടെ ന്യൂസിലെല്ലാം ഒരു ഇളക്കം സൃഷ്ടിച്ച അഭിനന്ദൻ വർത്തമാനാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഫൈറ്റർ ആയിരുന്നു. പാകിസ്ഥാനുമായിട്ട് ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് അവരെ തടങ്കലാക്കുകയും പിന്നീട് 1-2 ദിവസത്തിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചുവിടുകയൊക്കെ ചെയ്തു. ശേഷം ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ട് വരെ നിയമിച്ച ഒരു തമിഴ് നാട്ടുകാരനാണ്. ആ ഒരു പ്രൗഡ് ഒരു ഇതായിട്ടാണ് കേട്ടോ അദ്ദേഹത്തെ സ്കൾപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എയർഫോഴ്സിന്റെ യൂണിഫോമിലുമാണ് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് ശ്രീ സായിബാബയുടെ ഒരു സ്കൾപ്ചർ ആണ് കൊടുത്തേക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ ജനിച്ച് ലോകമെമ്പാടും ഡിവോട്ടീസ് ഉള്ള ഭയങ്കര ഒരു കാരുണ്യ പ്രവർത്തകനായിരുന്ന ഇദ്ദേഹം. എനിക്ക് മസ്റ്റായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പുട്ടപ്പർത്തി. നമുക്ക് യഥാർത്ഥത്തിൽ ഇവരെയൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല, ഫോട്ടോസിലൂടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പം നമുക്ക് യഥാർത്ഥത്തിൽ കാണുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഫ്ലിക്കറിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതാരാണെന്ന് പറയേണ്ടല്ലോ, പ്രകാശ് രാജ് ആണ്. പിന്നെ അടുത്ത റൂമിലാണ് കുറേയധികം ആൾക്കാരെ വെച്ചിട്ടുണ്ട്. സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഹെയർ കളേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നീട് ജീവനോടെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെയർ കളേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. വാക്സ് പ്രതിമ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നോട്ട് വെറുതെ അങ്ങ് ഉണ്ടാക്കുകയല്ല. ഐറിസിന്റെ കളറ്, ഹെയർ കളറ്, ടോട്ടൽ ഹൈറ്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 10-200 കൂടുതൽ കാര്യങ്ങൾ ഇവർ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് NSSന്റെ സ്ഥാപകനും ഫ്രീഡം ഫൈറ്ററും ഒക്കെ ആയിരുന്ന മന്നത്ത് പത്മനാഭൻ അവർകളാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോസിലൊക്കെ കാണുന്നത് പോലെ ആ ഒരു വടിയും ആ ഒരു ഷോളും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലണ്ടനിലെ മാഡം ടുസോഡ് വാക്സ് മ്യൂസിയത്തിന് വേണ്ടി ആക്ടേഴ്സിന്റെ ഒക്കെ ഐറിസിന്റെ കളറും ഹൈറ്റും ഒക്കെ മെഷർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരിട്ടല്ല കേട്ടോ, മഷ്ബാബുവിന്റെ ഒക്കെ സ്കൾപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറിസ്റ്റിക് ഒക്കെ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു ആണ്. ഭയങ്കര ഒറിജിനാലിറ്റി ആണ് കേട്ടോ ശ്രീനാരായണ ഗുരു വരുന്ന സമയത്ത്. നെക്സ്റ്റ് പോപ്പ് ഫ്രാൻസിസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ്. അത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സ്കൾപ്ചർ ആണ് എനിക്ക് ഇവിടെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ഭയങ്കര സൂക്ഷ്മമായിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു സ്കൾപ്ചർ തോന്നിയത്. കണ്ണ് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും മുഖത്ത് ഒരു വിയർപ്പ് തുള്ളികൾ ഇരിക്കുന്നത് ഒക്കെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഓരോ സ്കൾപ്ചർ വരുന്ന സമയത്തും ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത് പോയി ഇങ്ങനെ സൂക്ഷിച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഈ യൂറോപ്യൻസിന്റെ ഒക്കെ കളർ, പിങ്ക് കളർ മാത്രമല്ല ആ ഒരു ഗ്രീനിഷ് കളർ വരെയും അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരേ ഒരു വാക്സ് മ്യൂസിയം എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ രണ്ടാമത്തെ വാക്സ് മ്യൂസിയം നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രത്തുള്ള ഇതാണ്. നെക്സ്റ്റ് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടായിരുന്ന ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും കുറച്ച് കടലാസുകളും പേനയും കാണുമല്ലോ, അതും അതേപോലെ തന്നെ ഈ സ്കൾപ്ചറിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സ്കൾപ്ചർ കണ്ട സമയത്ത് ഭയങ്കര സങ്കടമാണ് സത്യത്തിൽ വന്നത്. അദ്ദേഹത്തിന്റെ ഒരു ചിരി കാണാം, ആ ഒരു നീണ്ട മൂക്ക്. കാരിക്കേച്ചറിലൊക്കെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്തിരുന്ന ആ ഒരു മൂക്കായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരുടെയൊക്കെ സ്ഥിരം ആ ഒരു ഖാദി ഡ്രസ്സ് എല്ലാവരും അതായത് അവർ സ്ഥിരം ഉപയോഗിക്കുന്ന ഡ്രസ്സിങ്ങിൽ തന്നെയാണ് ആ ഒരു സ്കൾപ്ചറിൽ വെച്ചേക്കുന്നത്. നെക്സ്റ്റ് രാജീവ് ഗാന്ധി. നമ്മൾ നെഹ്റുവിനെ കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സണ്ണിനെ ഇവിടെ ആണ് വെച്ചേക്കുന്നത്. എൻ്റെ ഡൽഹി വ്ലോഗിൽ രാജീവ് ഗാന്ധി ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ ഈ ഖാദി ഡ്രസ്സിന്റെ ഒക്കെ മ്യൂസിയത്തിൽ വെച്ചേക്കുന്ന വീഡിയോസ് ഉണ്ട്. ഫസ്റ്റ് മെയിൻ പേജ് ആയിട്ടുള്ള സുമി സ്വാഗിലാണ് അതൊക്കെ വരുന്നത്. അടുത്തത് ഇന്ദിരാഗാന്ധിയാണ്. അവരുടെ സണ്ണിന്റെ വെരി നിയർ ബൈ ആയിട്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു പ്രതിമയും വെച്ചേക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ ആ തലമുടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തലമുടി, ആ ഒരു ഹെയർ സ്റ്റൈൽ ഒക്കെ അതേപോലെ വന്നിട്ടുണ്ട്. റാ പോലെ വരുന്ന ആ ഒരു പുരികം. നെക്സ്റ്റ് റൂമിൽ 6 സ്കൾപ്ചേഴ്സ് ആണ് വരുന്നത്. ആദ്യം തന്നെ വെച്ചേക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിനെയാണ്. ലെജൻഡറി ഇന്ത്യൻ പോയിറ്റ്, റൈറ്റർ. ഗീതാഞ്ജലിയിലൂടെ ഇന്ത്യയിൽ
ഇന്ത്യയിലേക്ക് നോബൽ സമ്മാനം കൊണ്ടുവന്ന വ്യക്തി, നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന എഴുതിയ ടാഗോർ. ഞാൻ പറഞ്ഞു കൂട്ട് തന്നെ യഥാർത്ഥത്തിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നെക്സ്റ്റ് ഡോക്ടർ BR അംബേദ്കർ, നമ്മുടെ ഭരണഘടനാ ശില്പി. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പേപ്പറും അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോട്ടും സ്യൂട്ടും ആ ഒരു പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ BR അംബേദ്കറിന്റെ മമ്മൂട്ടി ചെയ്ത ഒരു ഫിലിമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നെക്സ്റ്റ് ശ്രീ രാജാരവിവർമ്മ, അദ്ദേഹം വരച്ച ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൂവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചിത്രാലയം ഉണ്ട്. ഞാൻ പോയി കണ്ടിരുന്നു. ഹംസവും ദമയന്തിയും അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ആ ഒരു ചിത്രവും അതിന് ചേർത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. അദ്ദേഹത്തിന് ഒരു പ്രൗഡായിട്ടുള്ള ഒരു സ്കൾപ്ചർ ആണ് കൊടുത്തേക്കുന്നത്. നിയർബൈ ആയിട്ട് കൊട്ടാരം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇദ്ദേഹമാണ്. യങ്ങായിട്ടുള്ള രാജപദവിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്കൾപ്ചർ ആണ് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇദ്ദേഹത്തിന്റെ ഒരു യങ്ങർ ഫോട്ടോസ് ആണ് കൂടുതലും കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഫോട്ടോസിലായിരിക്കും ഇവരെല്ലാം കണ്ടിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് അവരെ കാണുന്ന ഒരു ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ വാക്സ് മ്യൂസിയം കണ്ടാൽ മതി. ജീവിച്ചിരിക്കുന്നവരെ നമുക്ക് മേ ബി ഇനി കാണാൻ കഴിയുമായിരിക്കും. പക്ഷെ മരിച്ചുപോയ വലിയ വ്യക്തിത്വങ്ങളെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നിക്കും. നെക്സ്റ്റ് ഇന്ത്യൻ സിനിമയുടെ ഫാദർ ആയിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ഓണർ അവാർഡായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ് കൊടുക്കുന്നത്. അടുത്ത റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ നമുക്ക് ഇന്നസെന്റിനെയാണ് കാണുന്നത്. സിനിമാ താരങ്ങളെ പറ്റി ഞാൻ വലിയ അടിയൊന്നും തരണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്പെക്സും ആ ജുബയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ദുബായ് റൂളർ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആണ്. ഇത് ഭയങ്കര ഒറിജിനാലിറ്റി ആണ് കേട്ടോ. ഇദ്ദേഹത്തിന് ഇത്രയും ഹൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്കൾപ്ചറും. നേരത്തെ പോപ്പ് ഫ്രാൻസിസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അത്രയും പെർഫെക്ഷനിൽ വന്നിട്ടുള്ള മറ്റൊരു സ്കൾപ്ചറാണിത്. ആ കണ്ണടയൊക്കെ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നത് ബാഹുബലിയിലെ പ്രഭാസ് ആണ്. പ്രഭാസിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ ബാഹുബലി. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. പർട്ടിക്കുലർ ഒരു ക്യാരക്ടറിനെ ആസ്പദമാക്കിയിട്ടുള്ള സ്കൾപ്ചർ വരുന്ന പൊക്കിരി രാജയുടെയും ബാഹുബലിയുടെയാണ്. നെക്സ്റ്റ് വരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അദ്ദേഹത്തിന്റെ ബാറ്റ്സ്മാൻ ആ ഡ്രസ്സിങ്ങിലൊന്നും അല്ല കൊടുത്തേക്കുന്നത്. മേ ബി ഒരു ഇന്റർവ്യൂ സമയത്തുള്ളത് വല്ലതും ആയിരിക്കും. അടുത്തത് വിരാട് കോഹ്ലിയാണ്. ക്രിക്കറ്റ് പ്ലേയേഴ്സിൽ ഈ രണ്ട് സ്കൾപ്ചേഴ്സേ ഇവിടെ ഉള്ളൂ. വിരാടിന്റെ സീറോ ഒരു പോസ് ആണല്ലോ, രണ്ട് കൈകളും വേസ്റ്റിൽ വെച്ചേക്കുന്നത്. പിന്നെ വരുന്നത് ഡീഗോ മറഡോണ. ആക്ച്വലി ഇദ്ദേഹം ചെമ്മണ്ണൂറിന്റെ ഇനോഗ്രേഷന് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഹൈറ്റ് ഇത്രയുള്ളായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വീഡിയോയിലൊക്കെ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഭയങ്കര ഹൈറ്റ് ആയിരിക്കും ഇദ്ദേഹത്തിനെന്നാണ് കരുതിയത്. നെക്സ്റ്റ് സൽമാൻ ഖാൻ ആണ് വരുന്നത്. ഷാരൂഖ് ഖാന്റെ വാക്സ് സ്റ്റാച്ചു ഒന്നുമില്ല, സൽമാൻ ഖാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ലേഡിയിൽ വരുമ്പോഴത്തേക്ക് കരീന കപൂർ ഉണ്ട്. പിന്നെ റാണ ദഗ്വതിയാണ് വരുന്നത്. ഈ ഒരു മ്യൂസിയം 2019 എസ്റ്റാബ്ലിഷ് ചെയ്തത്. മേ ബി ആ ഒരു ടൈമിൽ ബാഹുബലി ഭയങ്കര ഹിറ്റ് ആയിരുന്നത് കൊണ്ടായിരിക്കാം റാണയെ ചെയ്തത്. ഇനി അടുത്ത റൂമിലോട്ടാണ് വരുന്നത്. ഇവിടെ ടോട്ടലി 5 പേരെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ സുനിൽ കണ്ടല്ലൂർ, അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല കേട്ടോ, മഹാരാഷ്ട്രയിലെ ലോനാവാലയിലും വാക്സ് മ്യൂസിയം ഉണ്ട്. ഇത് വെങ്കടേഷ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം ഓരോ ഫേമസ് ആൾക്കാരുടെയും മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്നത്. പിന്നെ നമ്മളുടെ മമ്മൂട്ടി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പൊഗിരിരാജയിലെ മമ്മൂട്ടിയാണ് സ്കൾപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ മഹാരാഷ്ട്രയിലെ ലോനാവാലയിൽ ഏതാണ്ട് 100+ സ്കൾപ്ചേഴ്സ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഭയങ്കര ഒരു സ്വാഗില് നമ്മളുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്കൾപ്ചറിന് ഫുള്ള് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഗ് സൂപ്പർ സ്റ്റാറും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ ലാലേട്ടനെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫിലിം ബേസ്ഡ് ആയിട്ട് ചെയ്തേക്കുന്ന സ്കൾപ്ചർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ സുനിൽ കണ്ടല്ലൂർ ആദ്യത്തെ മ്യൂസിയം ഓപ്പൺ ചെയ്ത് കന്യാകുമാരിയിലാണ്. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ മഹാരാഷ്ട്രയിലെ ലോനാവാലയിൽ ഓപ്പൺ ചെയ്തു. പിന്നെ ട്രിവാൻഡ്രത്തും. ഈ 2 വാക്സ് മ്യൂസിയങ്ങളെ നിലവിൽ ഇന്ത്യയിലുള്ളൂ. ഈ കാണുന്ന വ്യക്തിയെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ഇന്ത്യയുടെ മിസൈൽ മാൻ, സയന്റിസ്റ്റ്, ടീച്ചർ, നമ്മളുടെ എല്ലാം ഇഷ്ടമായിരുന്നു നമ്മുടെ സ്വന്തം രാഷ്ട്രപതി. ഒരു ഹേറ്റേഴ്സും ഇല്ലാതെ ലോകത്തെ മുഴുവൻ ആകർഷിച്ച APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടും പുറകിലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ഓഫീസിൽ ഇരിക്കുന്ന ഒരു സ്കൾപ്ചർ ആണ് ചെയ്തേക്കുന്നത്. അടുത്ത് വരുന്നത് MGR ആണ്. ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരുപാട് പിടിച്ചു കുലുക്കിയ MGR. ഒരു രാഷ്ട്രീയ നേതാക്കളിലും ആരിലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ഔട്ട്ഫിറ്റ്. അദ്ദേഹത്തിന് അടുത്തായിട്ട് തന്നെയാണ് ജയലളിതയും വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും മേ ബി തൊട്ടടുത്ത് വെച്ചിരിക്കുന്നത്. ഇവരുടെയും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഭയങ്കര പെർഫെക്ഷനിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു സ്കൾപ്ചർ ആണ്. രണ്ടെല്ലാം മാഡം ടൂസോടി പോയി കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരെയും കാണാൻ കഴിയുമായിരിക്കും. പക്ഷേ നമ്മളുടെ നേതാക്കളെയും ആക്ടേഴ്സിനൊക്കെ കാണണേ നമ്മൾ ഇവിടെ തന്നെ വരണം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളുടെ അച്യുതാനന്ദൻ സാറിനെയും വെച്ചിട്ടുണ്ട്. ഇതും ഒരു അടിപൊളി സ്കൾപ്ചർ ആണ് കേട്ടോ. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി. ഇതിന് ഭയങ്കര പെർഫെക്ഷൻ ഉണ്ട് എന്ന് പറയാൻ കാരണം ഈ ഒരു സ്കൾപ്ചർ നോക്കൂ. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലണ്ടനിലെ മാഡം ടുസൗഡിലൊക്കെ പോയിട്ട് ഭയങ്കര അഭിമാനമായിട്ട് പറയുന്ന മലയാളികൾ മിക്കവരും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു ആർട്ടോ, ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ വാക്സ് സ്കൾപ്ചേഴ്സിനെ നമുക്ക് അധികം കാണാൻ കഴിയത്തില്ല. ഇത് പഠിച്ചെടുക്കുക എന്നുള്ള അത്ര ഈസി ആയിട്ടുള്ള കാര്യം അല്ലായിരുന്നിട്ട് കൂടി അദ്ദേഹം അത് പഠിച്ചെടുത്ത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു തന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനത് കാണാനും വന്നത്. അടുത്തത് ചിത്രാലയത്തിലാണ് പോയത്. പിന്നെ കുതിരമാളികയിലും. അതിന്റെ വീഡിയോസും ഡീറ്റെയിൽസും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.